ഹലോ മച്ചന്മാരെ, ഞാൻ ഡാർക്ക് റൈഡേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നൊരു സ്പോട്ടിലോട്ടാണ്. സ്റ്റാർട്ടിങ് ഫുൾ ഓഫ് റോഡാണ്. നമുക്ക് കയറി നോക്കാം. നമ്മളിപ്പോൾ എത്തിക്കണം പറഞ്ഞെങ്കിൽ ഇവിടെ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്പോട്ടിലാണ്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ് അവിടെ. വ്യൂ പോയിൻ്റ് എന്ന് മാത്രമല്ല, ഉച്ചയ്ക്ക് 1 മണിയായി, നല്ല കാറ്റും ഹെവി സ്കീമൊക്കെയാണ്. താഴത്തെ കോടയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. നമ്മളിത് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ ചായക്കടന്ന് ചേട്ടനാണ്. ആ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് പൈസ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് നിൽക്കുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഓഫ് റോഡ്. ഒരു 9 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഈ ഓഫ് റോഡ് കയറി ഞാൻ വരാം, അവിടെ പാട് ഒരു രക്ഷയില്ല. പക്ഷെ ഓഫ് റോഡ് ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ടാണ്. രക്ഷയില്ല. ജിക്സറിൽ ഞാൻ പോലെ കയറ്റി എത്തിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ടീമുകൾ ഡ്യൂക്കിൽ, അതുപോലെ ഡിയോയിൽ പറയുന്ന മേളിൽ കയറിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്ന വഴിക്കൊരു മച്ചാനും ഡിയോക്ക് വന്നാണ് കിട്ടില്ല വൈവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ മെയിനായിട്ട് 2 സ്പോട്ടാണുള്ളത്. ഒന്ന് ഇലവീഴ പൂച്ചിറയുടെ ചിറ, രണ്ടാമത്തതിന് വ്യൂ പോയിന്റ്. വരുന്നല്ലോ ചേട്ടാ പുള്ളിയാണ്. അതായത് ഇവിടുന്ന് കാണുന്ന വ്യൂ പോയിന്റ് കാണുന്നു തോന്നുന്നു. ഇവിടുന്ന് 1.5 കിലോമീറ്റർ കയറി ചെന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ചിറയിലോട്ട് കുറച്ചധികം ഉണ്ട്. അത് നോക്കാം, ചെന്നിട്ട് അപ്പോൾ വെച്ചാൽ പറയാം. നമ്മളിതേ ഇവിടെ പൂഞ്ചിറ എത്തി. സംഭവം സെറ്റാണ്. ഇതാണിപ്പോൾ നമുക്ക് കയറി വന്ന ഓഫ് റോഡ്. ഓഫ് റോഡ് രക്ഷയില്ലാത്ത ഓഫ് റോഡാണ്. ഇതാണ് ചിറയിലേക്ക് പോകുന്ന 2 റൂട്ട്. ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ചിറയിലോട്ട് പോവാം. ഇതാണ് ചിറയിലോട്ട് പോകുന്ന റൂട്ട്. ഇവിടെ നേരെ മനസ്സിലാകുമ്പോൾ നമുക്ക് തിരിച്ചു തന്നെ കയറാം. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് ആണ്. മെയിൻ ടോപ്പിൽ വ്യൂ പോയിൻ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് വ്യൂ പോയിന്റിൽ പോയിട്ട് തിരിച്ചു വരാം. ഇതാണ് നമ്മളെ മോഹൻ ചേട്ടൻ്റെ കട. ഇപ്പം നെക്സ്റ്റ് ആയിട്ട് വെള്ളം കുടിച്ച് വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് നേരെ പോവാം. ഫസ്റ്റ് നമുക്ക് ആ വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം. അത്യാവശ്യം നടക്കാനുണ്ട്. ഒരു 2 കിലോമീറ്റർ അടുത്ത് നടന്ന് കയറാനുണ്ട്. ഫുൾ ഓഫ് റോഡാണ്. വണ്ടിനെ നമ്മൾ കൊല്ലണതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ചെറിയ രീതിക്ക് സെറ്റപ്പ് ഒരു വ്യൂ പോയിൻ്റ്. നമുക്ക് പോവാനുള്ളത് ആ കാണുന്ന മലയുടെ ടോപ്പിലോട്ടാണ്. ആ കാണുന്നതാണ് പൂഞ്ചിറ. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാ കാണുന്നതാണ് ചിറ. അവിടേക്ക് നമുക്ക് പോവാം. ഇതാണ് ചിറ. പക്ഷെ അടുത്താണ്, ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. സംഭവം സെറ്റപ്പാണ്. നമുക്ക് ആദ്യം ആ പോയിന്റിൽ ചെന്നിട്ട് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് നമുക്ക് ചിറയിലോട്ട് പോവാം. വളരെ രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാറ്റുണ്ട്, നല്ല കൂളാണ്. പക്ഷെ കോടയൊക്കെ
കിലോമീറ്റർ ബോർഡർ ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല കോട്ടയം ജില്ലയിലുള്ളതാണ്. അവിടെ കാണുന്നതാണ് ഇടുക്കി ജില്ലയാണ് അവിടെ കാണുന്നത്. പക്ഷേ ക്ലിയർ ആവില്ല, കാരണം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുക, ഓടോണ്ട് മൂടിക്കിടക്കാണ്. കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നൈസായിട്ട് മേളിലോട്ട് ഇറങ്ങി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മേളിലോട്ട് കയറണം. ഇവിടം വരെ വണ്ടികളെല്ലാം ചെല്ലുള്ളൂ. ഇത് നമ്മളെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഇവിടെ വരെ ചെല്ലുള്ളൂ. ഇതിന് ശേഷം നമ്മളെല്ലാം മേളിലോട്ട് നടന്ന് വേണം പോവാൻ. ഇവിടെ നോക്കാം. അച്ഛാറെ പോയി, ഇതാ നമ്മളാ വ്യൂ പോയിന്റ്. ക്ലിയർ ആകുന്നുണ്ടോ എല്ലാവർക്കും? ബാക്കി കാണാൻ ഇടുക്കി ബോർഡറാണ് അവിടെ കാണുന്നത്. ഇടുക്കി തൊട്ടിപ്പുറത്ത് കിടക്കണം, ഇടുക്കിയും കോട്ടയം. നമ്മളിപ്പോൾ കോട്ടയത്താണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ട വ്യൂ പോയിന്റാണ്. വ്യൂ പോയിന്റ് ട്രക്കിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ട്രക്കിങ് ഒന്ന് കുറച്ച് നേരം നോക്കാം. ഇവിടെ ഞാൻ വന്നിട്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൂടാരം പോലെ സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളത് ഇപ്പോൾ ഇലവീഴാത്ത പൂഞ്ചിറയിലെത്തി. ഇതാണ് ഇലവീഴ പൂഞ്ചിറ. സമയം മണ്ണ സ്പോട്ട്. നമുക്കൊന്ന് ഇറങ്ങി ചെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ആ ഇലവീഴ പൂഞ്ചിറ. പടവുകൾ നമുക്ക് നൈസായിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. ഇത് ഫുള്ള് പടവുകൾ കൊണ്ട് മൊത്തം ഫുള്ള് പടവുകളാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരെയും പടവുകളുണ്ട്. ഇവിടെ കൽപ്പടവുകളൊക്കെ ഉണ്ട്. അമ്പലത്തിന് അങ്ങോട്ട് കയറുന്നതായിരിക്കും. നമ്മൾ മേളിൽ നിന്ന് എടുത്ത വ്യൂ പോയിന്റ് ആണത്. ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ തടാകമൊക്കെ കണ്ടത്. സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല കടുന്നൽ കൂടുണ്ടെന്ന് തോന്നുന്നു. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. കൊത്തുകടിക്കാൻ കിളിപ്പാടുള്ളൂ. അയ്യോ, കൊക്കുകളുണ്ട്. ഒരുമാതിരി വിജനവുമായി സമ്പാടി കളിയാണ്. കുറച്ച് പായൽ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ചിടക്കുന്നല്ലാണ്ട് ഇതിൽ വേറെ ഇലകളോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിനനുസരിച്ച് വെട്ടി വൃത്തിയാക്കി സൈഡെല്ലാം വെച്ചിട്ടുണ്ട്, ഇലകൾ വീഴാതിരിക്കാനുള്ള രീതിക്ക്. ഇവിടെ ഈ ഒരു ജലനിരപ്പായിരിക്കും ഇവിടെ ഏറ്റവും മെയിനായിട്ട്. അതിന് ഓവറായിട്ട് ജലനിരപ്പ് വന്നു കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ള രീതിക്ക് തോട് വരെ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, തോടികളെ വെള്ളം പോയി നേരെ അങ്ങോട്ട് ചെന്ന് കയറും. അവിടെ ഒരു തോടുണ്ട് അപ്പുറത്ത്. ആ തോട്ടിലോട്ട് ചെന്ന് കയറാതിരിക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ലെവൽ എപ്പോഴും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ തെളിവാണത്. ഇവിടെ ഉണക്കാനൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് റിസോർട്ടുണ്ട്. അവിടെ ഒരു റൈറ്റ് ലെവൽ വഴിയുണ്ട്. അങ്ങോട്ട് നേരെ കയറിക്കാനാ റിസോർട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ഓൺലൈനിൽ ബുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇല്ല കേട്ടോ, 1-2 ഇലയൊക്കെ അവിടെയൊക്കെ വീണ് കിടപ്പുണ്ട്. ഇത്രയും മരങ്ങളിലല്ലോ, 1-2 ഇല്ലെങ്കിൽ വീണില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. ഇതാണ് ഈ കോർണറിലെ പടവുകൾ. ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ആ പടവുകളെല്ലാം. ക്ലിയർ ആവുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പടവുകളെല്ലാം കാണുന്നുണ്ട്. ചുറ്റും നല്ല ക്ലിയർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു ചരിത്രം കൂടി ആയതുകൊണ്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാണ്ഡവന്മാരുടെ പാണ്ഡവ പത്നി ഇവിടെ അവർ വനവാസ സമയത്ത് ഇവിടെയാണ് കുളിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ വനവാസകാലം ഇവിടെ ആയിരുന്നു.
അങ്ങനെ സ്റ്റോറീസ്. വിക്കിപീഡിയ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ വിക്കിപീഡിയ പറഞ്ഞാൽ മാത്രമല്ലേ നമ്പാൻ പറ്റുള്ളൂ. സംഭവമൊക്കെ വെൽ ഫ്രെയിംഡാണ്. ഇതിനപ്പുറത്താണ് ഒരു അമ്പലം കൂടി ഉള്ളത്. ആ അമ്പലത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ പ്രതിമ ശില്പം, ശ്രീകൃഷ്ണ ശില്പം അവിടെ പണിത് ഉയർത്തിയിട്ടുണ്ട്. അവിടെയായിരുന്നു പാഞ്ചാലി ശ്രീകൃഷ്ണനായിരുന്നത്. വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ. ഫുൾ ഓവർ പീസ്ഫുൾ പ്ലേസാണ്. നമ്മുടെ മോഹൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ നൈറ്റ് വരെ ആളുകൾ വരാറുണ്ട്. ഈ ഏരിയയിലോട്ടല്ല, മെയിൻ വ്യൂ പോയിന്റിലോട്ട് എത്ര പേരാണ് നൈറ്റ് ഇവിടെ വരും. രാത്രി ഒരു 6 മണിക്ക് ശേഷമാണ് കൂടുതൽ ഭംഗിയെന്നാണ് പറയുന്നത്. രാത്രിയൊക്കെ കഴിക്കാനുള്ള നല്ല നിലാവുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വ്യൂ പോയിൻ്റ് മേളിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് നൈസ്, ട്രൂ നൈസ്. അപ്പോൾ ആ ചാമര നമ്മൾ ഇവിടുന്ന് തിരിച്ചു തെറിക്കാനാണ്. പിന്നെ ഇതേപോലെ അടുത്തൊരു സ്പോട്ടിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കട്ട സപ്പോർട്ട് തരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടി അങ്ങനെ അമർത്തി വെച്ചേക്കാം. അപ്പോൾ അടുത്തടുത്ത വീഡിയോസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗുഡ് നൈറ്റ്.